ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ല ടേസ്റ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ 2 മീഡിയം സൈസിലുള്ള മാങ്ങ തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 250 കപ്പിന് 1/2 കപ്പാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 250 കപ്പിന് തന്നെയാണ് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കട്ടകളൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും കൂടാതെ ഇതുപോലെ അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തന്നെ പാലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും കൂടാതെ വേണം നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയേ. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് അല്പം ഒന്ന് എണ്ണ ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചെടുത്ത ആ മാങ്ങയുടെ മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ മാങ്ങയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. കൈവിടാതെ വേണം നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാൻ. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് തിളച്ച് കിട്ടുന്നത് വരെ നമുക്കിതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഒരുപാടങ്ങ് കൂട്ടി വെച്ച് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സ് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചത് കൊണ്ട് ഇതിൻ്റെ അടിയിൽ കോൺഫ്ലവർ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ ഇപ്പോൾ കോൺഫ്ലവറിൻ്റെ മിക്സ് ഞാൻ ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തുടർച്ചയായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കൂട്ടി വെക്കേണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് തുടർച്ചയായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ കോൺഫ്ലവർ ഒന്ന് വെന്ത് കിട്ടണം. ഒരു 2-3 മിനിറ്റ് നമുക്കിതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഈ കോൺഫ്ലവറിൻ്റെ പച്ച ടേസ്റ്റെല്ലാം നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പെട്ടെന്ന് തന്നെ 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മുഴുവനായിട്ടും നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഒന്ന് കൊട്ടിക്കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പോലെ ചൂടാറിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്.
കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ മാംഗോ പുഡിംഗ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടി. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.